നമുക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് നന്മകൾ വരുന്നില്ല. വളരെ ആത്മാർത്ഥതയോട് ദൈവത്തെ സേവിക്കുന്നവരും അവർ ഇന്നും ദാരിദ്ര്യത്തിൽ നിൽക്കുന്നു. അത് ദൈവം അവർക്കൊന്നും കൊടുക്കാത്തതാണോ? ഒരു സൈഡിൽ അവർ ആത്മീയതയായിട്ട് പറയുന്നുണ്ട്, ദൈവം ഞങ്ങൾക്കൊന്നും തന്നില്ല, ഇതെല്ലാം ദൈവത്തോട് കൂടുതൽ ചേർന്ന് നടക്കാൻ ഇടയായി എന്നൊക്കെ പറയുന്നു. അതിലെത്രത്തോളമാണ്? അത് ഞാൻ പറയാം. ദൈവത്തെ സ്വീകരിക്കുന്നവർക്ക് ഈ വാഗ്ദത്തങ്ങളെല്ലാം ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മളെ എടുക്കുന്ന മനോഭാവം ബ്രദറെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരാളിൽ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് മീതെ ദൈവം ഒന്നും ചെയ്തില്ല. പൗലോസിന്റെ മനോഭാവം എന്തായിരുന്നു? പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോയാലും അകമേ ഉള്ളവൻ, അല്ലേ? ഒരു മനോഭാവം കണ്ടായിരുന്നല്ലോ. യോഹന്നാന്റെ മനോഭാവം എന്തായിരുന്നു? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. ഒരാള് പറയും എനിക്കൊന്നും വേണ്ട, ദൈവത്തിന് വിരോധമില്ല. ഒരാൾ വേണോന്ന് പറഞ്ഞാൽ അവർക്കും കൊടുക്കാം. അത് അപ്പം നമ്മുടെ ഒരു ചോയ്സ് ആയിട്ടാണ് ഭാഷ പറയുന്നത്. നമ്മുടെ മനോഭാവം, നമുക്ക് ദരിദ്രനായിട്ട് ജീവിക്കണേ വേണേ ജീവിക്കാം, സമ്പന്നനായിട്ട് ജീവിക്കണേ ജീവിക്കാം എന്നൊരു ചോയ്സ് എന്നുള്ള രീതിയിലാണോ? വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഇപ്പൊ പൗലോസ് പറയുന്നുണ്ട്, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി. അതേക്കുറിച്ച് എന്താന്ന് ബ്രദർ ചിന്തിച്ചിട്ടുണ്ടോ? അത് പൗലോസിന്റെ ഒരു മനോഭാവം. പൗലോസിന്റെ എന്നല്ല, നമുക്ക് വേണ്ട ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഒരു സംതൃപ്തി അവിടെ കാണിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുക, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് പറയുന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? എനിക്കെല്ലാം ഉണ്ട്, ഞാൻ എല്ലാം ശീലിച്ചിരിക്കുന്നു. ദാരിദ്ര്യത്തിൽ ഇരിക്കാൻ അറിയാം, സമ്പന്നതയിൽ ഇരിക്കാൻ അറിയാം. ഇത് ബാലൻസ് ചെയ്തുള്ള ഒരു ആത്മീയ ജീവിതമായിരിക്കണം നമുക്ക്. ചിലർ എനിക്ക് അനുഗ്രഹങ്ങളൊന്നും വേണ്ട, ചിലർ എനിക്ക് ദാരിദ്ര്യം മാത്രം മതി, ചിലർ എനിക്ക് അനുഗ്രഹം മാത്രം മതി. ഇതിനെയെല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു.